യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിക്കാം. യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യം. 1 John chapter 2 verse 22. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളനാറാകുന്നു. അടുത്ത വാക്യങ്ങൾ വായിച്ചു. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തുവാകുന്നു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുമുണ്ട്. മതി. നമ്മള് കഴിഞ്ഞ 2-3 ആഴ്ചകളായി ചിന്തിച്ചു പോരുന്നതായ വചനഭാഗത്തിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ചിന്തിച്ചു വരുന്നത്. ചില ദിവസങ്ങൾക്ക് മുൻപേ നമ്മൾ ചിന്തിച്ചത് ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നവനാണ് യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ യേശുവിന്റെ ഇടതുഭാഗത്ത് ദൈവം എന്ന ഒരാളുണ്ട് എന്ന് വളരെ കൃത്യമായി നമ്മൾ വിശുദ്ധ തിരുവെഴുത്തുകളെ ആധാരമാക്കി മനസ്സിലാക്കി അനേക വാക്യങ്ങളിൽ കൂടി നമ്മൾ അത് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് ചെന്ന് പിതാവിന്റെ വലതുഭാഗത്താണ് ഉപവിഷ്ടനായത്. ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി, ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി എന്നിത്യാദി വചനങ്ങൾ വളരെ കൃത്യമായി നമുക്ക് ദൈവത്തെയും ക്രിസ്തുവിനെയും വേറിട്ട് കാണുവാൻ തക്കവണ്ണം വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മെ സഹായിച്ചു. അപ്പോൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ അവിടെ മനസ്സിലാക്കി. തുടർന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു പോന്ന വചനഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം ആധാരമാക്കി അപ്പോസ്തലന്മാർ, യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ പ്രസംഗിച്ച യേശു ആരാണെന്നാണ് നമ്മൾ പഠിച്ചത്. യേശുവിനെ ക്രിസ്തു എന്ന് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയുമാണ് അവർ ചെയ്തത് എന്ന് തിരുവെഴുത്തുകളെ ആധാരമാക്കി നമ്മൾ പഠിക്കുവാനിടയായി. അപ്പോൾ യേശുവിനെ ക്രിസ്തു എന്നാണ് യേശുവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവും അതുതന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. നിങ്ങൾ എന്നെ കുറിച്ച് ഞാൻ ആരെന്ന് പറയുന്നു എന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പറഞ്ഞത്, നീ ദൈവത്തിന്റെ ക്രിസ്തുവാകുന്നു, നീ ക്രിസ്തുവാണ്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇത്രയും ക്ലാരിറ്റിയോടുകൂടി യേശുവാരെന്നും ദൈവമാരെന്നും വളരെ കൃത്യമായി വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ക്രിസ്തുവാണ് യേശു. യേശുവിനെ കർത്താവായും ക്രിസ്തുവായും നിയോഗിച്ചവനാണ് ദൈവം. അപ്പോസ്തല പ്രവൃത്തി 2:36 നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. എന്താണ് നമ്മൾ വായിക്കുന്നത്? നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 verse 36. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. ഓക്കെ. അപ്പോൾ വളരെ ക്ലാരിറ്റിയോടുകൂടി ദൈവത്തിന്റെ അഭിഷിക്തനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ച വചനഭാഗത്തേക്ക് വരുമ്പോൾ ഈ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന യേശുവിനെ നിഷേധിക്കുന്നവരാണ് കള്ളൻ എന്ന് വളരെ കൃത്യമായി വായിക്കുന്നു. വായിക്കാം ആ വാക്യം ഒന്നുകൂടി. 1 യോഹന്നാൻ 2-ാം അധ്യായം 22-ാം വാക്യം. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവൻ, യേശുവിനെ
ക്രിസ്തുവല്ല എന്നു നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളനാറാകുന്നു. കള്ളൻ ആരാകുന്നു? വളരെ പ്രസക്തമാണ്. യേശുവിനെ ക്രിസ്തു എന്നാണ് അപ്പോസ്തലന്മാര് പ്രസംഗിച്ചത്. യേശുവിനെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് അപ്പോസ്തലന്മാർ പ്രഘോഷിച്ചു. അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെയുള്ള എല്ലാവരും യേശുവിനെ കുറിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് പഠിപ്പിച്ചു. എന്നാൽ ഇക്കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കാലങ്ങൾക്ക് ശേഷം ചിലർ അവരെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ പൗലോസ്ലീഹ തന്നെ കൊടുക്കുന്നൊരു വിശേഷണമുണ്ട്. നമുക്കത് വായിച്ചു മുന്നോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 29-ാം വാക്യം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 29. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ ഞങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്താണ്? കൊടിയ ചെന്നായ്ക്കൾ, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ. നമുക്ക് നമ്മുടെ മോൻസി ബ്രദറിനും അമനേഷ് ബ്രദറിനും ഒക്കെ അറിയാം. ഈ ഭാഗം ഹിന്ദി ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഭാടിനെ വാല ബേഡിയ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നതിനെ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് ആ വാക്യം പറയുന്നത് വലിച്ചു കീറുന്ന ചെന്നായ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ അഥവാ ആട്ടിൻകൂട്ടത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ അവയെ വലിച്ചു കീറുന്ന കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. പൗലോസ്ലീഹ ഇത് 1-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ കാര്യമാണ്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. അടുത്തത്, ശിഷ്യന്മാരെ താങ്കളുടെ പിന്നാലെ വലിച്ചു കളയുന്ന വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. മനസ്സിലായോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായികളായിരിക്കുന്ന ശിഷ്യന്മാരെ പോലും ഈ വിപരീത ഉപദേശത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാൻ തക്കവണ്ണമുള്ള വിപരീത ഉപദേശങ്ങൾ പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കുമെന്നാണ് അന്ന് പൗലോസ്ലീഹ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇങ്ങനെ വളരെ ക്ലാരിറ്റിയോടുകൂടി വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നതാണ്, വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ അപ്പോസ്തല കാലഘട്ടത്തിന് ശേഷം ഉണ്ടാകുമെന്ന്, സഭയിൽ ഉണ്ടാകുമെന്ന്. ആ പറഞ്ഞതൊക്കെ അതുപോലെ സംഭവിച്ചതാണ് നമ്മൾ 2-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് കാണുന്നത്. അപ്പോസ്തല കാലഘട്ടത്തിന് ശേഷം കാണുന്ന ഉപദേശങ്ങൾ അതെല്ലാം ഈ പറഞ്ഞ അപ്പോസ്തലന്മാര് പഠിപ്പിച്ചതായ ഉപദേശത്തിന് വിപരീതമായ ഉപദേശമാണ്. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഒരു ഉപദേശമാണ് ബഹുദൈവ വിശ്വാസമായ ട്രിനിറ്റി എന്ന് പറയുന്നത്. ട്രിനിറ്റി എന്ന് പറയുന്നത് ബഹുദൈവ ഉപദേശമാണ്. ദൈവം ഒരാളാണെന്നല്ല, ദൈവം 3 പേരാണെന്നാണ് തൃത്വോപദേശത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാര് പ്രസംഗിച്ച ദൈവം ഒരുവൻ മാത്രം. പൗലോസ്ലീഹ തന്നെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗലാത്യർ 3:20 നമ്മൾ കാണുന്നത് ദൈവമോ ഒരുത്തൻ മാത്രം. എത്ര പേരാണ് ദൈവമെന്നാണ്? ഒരുത്തൻ മാത്രം. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അപ്പോൾ ഒരേ ഒരുവൻ മാത്രമാണ് ദൈവമെന്നും ആ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനുണ്ട് എന്നും കൂടി പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നു. ആരാണ് ആ ഒരുവൻ? മനുഷ്യർക്കും ദൈവത്തിനും ഇടയിലുള്ള മധ്യസ്ഥൻ ആരാണെന്നാണ് വായിക്കുന്നത്? എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദ മാൻ ക്രൈസ്റ്റ് ജീസസ്, യേശുക്രിസ്തു എന്ന മനുഷ്യൻ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥനാണെന്നും വളരെ കൃത്യമായി പൗലോസ്ലീഹ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വളരെ
കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുമ്പോൾ അവിടെ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന വിഷയം കൂടി വരുന്നുണ്ട്. 1 തിമോഥെയോസ് 2:5 ദ മാൻ ക്രൈസ്റ്റ് ജീസസ്, യേശു ക്രിസ്തു എന്ന മനുഷ്യൻ, യേശു ക്രിസ്തുവാണെന്ന് പൗലോസ് അവിടെ കൃത്യമായി എടുത്തു വെക്കുന്നു. ആ യേശു എന്ന ക്രിസ്തു ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥനാണെന്ന് കൂടി വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഇങ്ങനെ വളരെ സ്ഫുടതയോടുകൂടി യേശുവിനെ ക്രിസ്തു എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ, യേശുവിനെ അഭിഷേകം ചെയ്തവനാണ് ദൈവമെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ, അതിന് വിപരീതമായി യേശുവിനെ പിടിച്ച് ദൈവമാക്കുന്നവർ എന്താണ് ചെയ്യുന്നത്? അവർ യേശു ക്രിസ്തുവല്ല, യേശു ദൈവമാണ് എന്ന് പഠിപ്പിക്കുന്നവരാണ്. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ ആരാകുന്നു കള്ളൻ? ദ ലയർ. ഹു ഈസ് ദാറ്റ് ലയർ? ദോസ് ഹു ഡിനൈ ജീസസ് ആസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവല്ല, യേശു ദൈവമാണ് എന്നാണ് ഇവരൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തലന്മാരോ ബൈബിളോ പഠിപ്പിക്കാത്ത ഒരു ദൈവത്തെ ഇവർ സ്വന്തമായി ഉണ്ടാക്കി. നമുക്കിതിനോട് ചേർത്ത് ഒരു വാക്യം കൂടെ വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ച്. വലിയ ഒരു ചേതാവനിയാണ് നമുക്ക് തരുന്നത്. വാണിംഗ് വായിച്ചേ. പ്രോവർബ്സ് ചാപ്റ്റർ 30 വേഴ്സ് 6. സദൃശ്യവാക്യങ്ങൾ 30:6. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്. അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. യഹോവയായ ദൈവത്തിന്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്. വളരെ കൃത്യമായ വാണിംഗ് ആണ് വരുന്നത്. നീ കൂട്ടിയാൽ നീ വിസ്തരിക്കപ്പെടുകയും നീ കള്ളനാണെന്ന് സ്ഥാപിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്ത് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്. നീ അങ്ങനെ കൂട്ടിയാൽ നീ വിസ്തരിക്കപ്പെടും. ആ വിസ്തരിക്കപ്പെടുമ്പോൾ നീ കള്ളനാണെന്ന് സ്ഥാപിക്കപ്പെടും. നീ കള്ളനാണെന്ന് സ്ഥാപിക്കപ്പെടരുതെങ്കിൽ വിശുദ്ധ തിരുവെഴുത്ത് മുൻപോട്ട് വയ്ക്കുന്ന സത്യങ്ങളുടെ മുമ്പിൽ നിന്റെ കയ്യിൽ നിന്ന് കൂട്ടി നീ യേശുക്രിസ്തുവിന് എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന ഭാവേന നിന്റെ സ്വന്തത്തിൽ നിന്ന് എടുത്തിടരുത്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ഒരു വാക്യം നമ്മൾ വായിച്ചിരുന്നല്ലോ. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? 5:37. മത്തായി 5:37 വായിക്കുന്നത് എങ്ങനെയാണ്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 37-ാം വാക്യം. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിലധികമായി വരുന്നത് എവിടുന്ന് വരുന്നു എന്നാണ്? ദുഷ്ടനിൽ നിന്ന് വരുന്നുവെന്ന്. ദാറ്റ് കംസ് ഫ്രം ദ വിക്കഡ് വൺ, ഈവിൾ വൺ. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിലധികമായുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് അവന്റെ വചനത്തോടെ നീ ഒന്നും കൂട്ടരുത്. നീ വിസ്തരിക്കപ്പെടും. നീ കള്ളനാണെന്ന് സ്ഥാപിക്കപ്പെടും. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ ആരാകുന്നു കള്ളൻ? അവനാണ് കള്ളൻ. അടുത്ത വാക്യം. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു. അപ്പൊ പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ ആരാണ്? എതിർ ക്രിസ്തു. ചില സമൂഹങ്ങളുണ്ട്, അവര് യേശുക്രിസ്തുവിനൊരു പിതാവില്ല എന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. യേശുക്രിസ്തു തന്നെയാണ് പിതാവ്, യേശുക്രിസ്തു തന്നെയാണ് പുത്രൻ, യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്നൊക്കെ പഠിപ്പിക്കുന്ന വണ്ണസ് പെന്തക്കോസ്റ്റൽസ് എന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർ പിതാവിനെയും നിഷേധിക്കുകയാണ്, അവർ പുത്രനെയും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിനൊരു പിതാവില്ലെന്നാണ് അവർ പഠിപ്പിക്കുന്നത്.
യേശുക്രിസ്തു തന്നെയാണ് പിതാവെന്ന് അവർ പഠിപ്പിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്ത് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു, യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവെന്ന ഒരുവനുണ്ട്. യേശുക്രിസ്തുവിനെ അയച്ച പിതാവെന്ന് പറഞ്ഞ ഒരുവനുണ്ട്. ഉയിർത്തെഴുന്നേറ്റ യേശു അവന്റെ അടുത്തേക്ക് പോകുന്നു എന്നാണ് മഗ്ദലക്കാരത്തി മറിയയോട് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. യേശു മഗ്ദലക്കാരത്തി മറിയയോട് പറയുന്നു, ജോൺ 20:17, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ എന്റെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. ഈ ഉയിർത്തെഴുന്നേറ്റ യേശുവിന് തന്റെ പിതാവിന്റെ അടുക്കൽ എത്തണമെങ്കിൽ മുകളിലേക്ക് കയറിപ്പോകേണ്ടിയിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി യേശുക്രിസ്തു പറഞ്ഞിരിക്കുമ്പോൾ ആണ് ചില ആൾക്കാർ സ്വന്തത്തിൽ നിന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് പിതാവൊന്നും ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ പിതാവിനെയും അവന്റെ പുത്രനെയും നിഷേധിക്കുന്നവൻ എതിർ ക്രിസ്തുവാകുന്നു. വണ്ണസ് പെന്തക്കോസ്റ്റൽ എന്ന് പറയുന്ന സമൂഹം ഒന്നാം തരം എതിർ ക്രിസ്തുക്കളാണെന്നുള്ളതിന് വളരെ കൃത്യമായ തെളിവാണ് ഇതൊക്കെ. മനസ്സിലായോ? അതുകൊണ്ട് യേശു മാത്രം ദൈവം, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്നവൻ കള്ളനെന്ന് മാത്രമല്ല, അവൻ എതിർ ക്രിസ്തുവുമാണെന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആരാകുന്നു? യേശു ക്രിസ്തു അല്ല, യേശുവാണ് ദൈവം എന്നാണ് പല കള്ളന്മാരും പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്ന ദുരുപദേശം ചുമക്കുന്ന സമൂഹങ്ങൾ എതിർ ക്രിസ്തുക്കളാണ് എന്നത് വളരെ വ്യക്തമാണ്. വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ഇത്തരം ഉപദേശകരെ പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കി അവരെ ഒഴിഞ്ഞിരിക്കണം. അവരെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് 2 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമുക്ക് കാണാം. 2 യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം ഒരധ്യായമേ ഉള്ളൂ. അതിന്റെ 9-ാം വാക്യത്തിൽ നമുക്ക് ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഇവരൊക്കെ എത്ര വ്യാജമായ പ്രത്യാശയുടെ ഡയലോഗുകൾ വിട്ടാലും, വളരെ വൈകാരികമായി സംസാരിച്ച് നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തിരുവെഴുത്തുകളെ പരിശോധിക്കണം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തരും ദൈവമില്ല. യേശുക്രിസ്തുവാണ് ദൈവമെന്ന് പഠിപ്പിക്കുന്നവന് ദൈവമില്ല. യേശുക്രിസ്തു ഉൾപ്പെടെ 3 പേരാണ് ദൈവമെന്ന് പഠിപ്പിക്കുന്നവനും ദൈവമില്ല. കാരണം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വളരെ സ്ഫുടമായി തന്നെ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവായി യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഓൺലി ട്രൂ ഗോഡ്, ഒരേ ഒരു സത്യദൈവമെന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, യേശുക്രിസ്തു തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ, അതിന് വിപരീതമായി യേശുക്രിസ്തു ഉൾപ്പെടെ 3 പേരാണ് ദൈവമെന്ന് വ്യാജ ഉപദേശം പ്രസംഗിക്കുന്ന പെന്തക്കോസ്തുകാർ ദൈവമില്ലാത്തവരാണ്. അവരെത്ര വൈകാരികമായി വലിയ പ്രത്യാശയുടെ ഡയലോഗുകൾ വിട്ടാലും they are not of God. അവർ ദൈവത്തിനുള്ളവരല്ല. ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന സത്യദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല. അവർ എതിർ ക്രിസ്തുക്കളാണെന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് നമ്മള് ഇവരെയൊക്കെ കാണുമ്പം വലിയ വൈകാരികതയൊന്നും കാണിക്കരുത്. അവരുമായി കൂട്ടിയോജിക്കരുത്. നമ്മൾ കൈ കൊടുക്കാൻ പാടില്ലെന്നുള്ളതാണ്. അവരുമായിട്ട് കൂട്ടായ്മ പാടില്ല, അവരുമായിട്ട് കൈ കൊടുക്കാൻ പാടില്ല, അവരോടുകൂടെ ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നുപോയ ഒരുത്തരും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവുമുണ്ട്,
പുത്രനുമുണ്ട്, പിതാവുമുണ്ട്, പുത്രനുമുണ്ട്. അല്ലാതെ യേശുക്രിസ്തുവിനൊരു പിതാവൊന്നുമില്ലെന്ന വ്യാജ ഉപദേശമല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിന് പിതാവുണ്ട്, പുത്രനുമുണ്ട്, പിതാവുമുണ്ട്. ഈ ഉപദേശവും കൊണ്ടല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനുമായി കുശലം പറയുക പോലും അരുത്, അവനുമായി ഭക്ഷണം കഴിക്കരുത്, അവനുമായി കൂട്ടായ്മ അരുതെന്ന്. ആരുമായിട്ടാണ്? ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന, തിരുവെഴുത്ത് മുന്നോട്ട് വയ്ക്കുന്ന സത്യ ഉപദേശം, ക്രിസ്തുവിന്റെ ഉപദേശം, അതിന് വിപരീതമായുള്ള ഉപദേശവുമായി വരുന്ന ഒരുത്തരുമായി കൂട്ടായ്മ പാടില്ല. അവനോട് കുശലം പറയരുത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിച്ചുകൊണ്ട് യേശുവാണ് ദൈവമെന്ന് പറയുന്ന സകല കള്ളന്മാരെയും നിങ്ങൾ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചുകൊള്ളുക. അവർ എതിർ ക്രിസ്തുക്കളാണ്, അവർ കള്ളന്മാരാണ്, അവർ യേശുക്രിസ്തുവിനുള്ളവരല്ല, അവർക്ക് നിത്യജീവൻ ഒരിക്കലും ലഭിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്താണ്? അവർ യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കൂടി ഒന്ന് വായിച്ചേ. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയരെ, നമ്മൾ യേശുവിനെ ക്രിസ്തു എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ അഭിഷിക്തനാണ്, നമ്മുടെ ദൈവത്തിന്റെ ക്രിസ്തുവാണ് യേശുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണെങ്കിൽ അവൻ സത്യമേ പറയുകയുള്ളൂ. അവൻ യേശുവിനെ പിടിച്ച് ദൈവമാക്കാൻ പോകത്തില്ല. അവൻ യേശുവിനെ ക്രിസ്തു എന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ പ്രഘോഷിക്കും. യേശു ക്രിസ്തുവിന്റെ ദൈവമായ പിതാവാണ് ഒരേ ഒരു സത്യദൈവമെന്ന സത്യത്തെ പ്രഘോഷിച്ചുകൊണ്ടേയിരിക്കും. ഈ പുതിയ വർഷത്തിലെ പ്രാരംഭ ഞായറാഴ്ച നമ്മൾ ദൈവസന്നിധിയിൽ തീരുമാനവും പ്രതിഷ്ഠയുമുള്ളവരായിരിക്കണം. നമ്മൾ ദൈവവചനത്തോടെ ഒന്നും കൂട്ടിച്ചേർക്കരുത്. നമ്മൾ തിരുവെഴുത്തുകളിൽ ഉറച്ചു നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. സദൃശവാക്യങ്ങൾ 30-6 ഒന്നുകൂടി നമുക്ക് വായിച്ച് കൺക്ലൂഡ് ചെയ്യാം. സദൃശവാക്യങ്ങൾ 30-6. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്. അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. ദൈവത്തിന്റെ പൈതല്, നീ ദൈവത്തിന്റെ വചനത്തോട് ഒന്നും കൂട്ടരുത്. നീ വിസ്തരിക്കപ്പെട്ടിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. ദൈവസന്നിധിയിൽ നീ കുറ്റക്കാരനാകരുത്. നിന്റെ കയ്യിൽ നിന്ന് ഒന്നും ഇടണ്ട കേട്ടോ. ഉള്ളതങ്ങ് പറഞ്ഞാ മതി. നീ ആ സത്യത്തിന് വേണ്ടി നിന്നാ മതി. നിന്റെ കയ്യിൽ നിന്നിട്ട് യേശുക്രിസ്തുവിന് വേണ്ടി നിന്റെ വകയായിട്ട് ഒന്നും കൂട്ടിച്ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വാട്ട് എവർ ദ ബൈബിൾ സേസ് യു സ്പീക്ക് ദാറ്റ്സ് ഇനഫ്. സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ, യേശുവിനെ ക്രിസ്തു എന്ന ലോകത്തോട് പ്രഘോഷിക്കുവാൻ, യേശുവിനെ കർത്താവായും ക്രിസ്തുവായും നിയോഗിച്ചവനാണ് ഒരേ ഒരു സത്യദൈവമെന്ന് ലോകത്തോട് പ്രഘോഷിക്കുവാൻ ഈ വർഷവും നമ്മുടെ ജീവിതത്തിൽ നമുക്കിടയാകട്ടെ. നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് സംസാരിക്കുവാൻ കഴിയുന്നിടത്തോളം നമ്മൾ യേശുവിനെ ക്രിസ്തുവെന്നും യേശുവിനെ അഭിഷേകം ചെയ്ത് അയച്ചവനായ പിതാവാണ് ഒരേ ഒരു സത്യദൈവമെന്നും വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന ആ സത്യങ്ങളെ പ്രഘോഷിച്ചുകൊണ്ടേയിരിക്കുക. കൈന്നിട്ട് കഴിഞ്ഞാൽ അധികമായുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്നും ഇല്ല എന്നുമായിരിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തോട് നീ ഒന്നും കൂട്ടിച്ചേർക്കരുത്. നീ വിസ്തരിക്കപ്പെട്ടിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. പ്രിയരെ, ദൈവവചനത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. സർവശക്തനായ ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെയിരിക്കട്ടെ. ദൈവം തന്റെ ആത്മാവിനാൽ നമ്മെ നയിക്കട്ടെ. സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ വളരുവാനും മുന്നേറുവാനും സർവശക്തനായ ദൈവം നമ്മെ ഇവരെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മളുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നമ്മെല്ലാവരും സമർപ്പണത്തോടുകൂടിയായിരിക്കുമ്പോൾ തോമസ് ഓടിച്ചാൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.